ഹലോ, ഞാൻ Thesnim Azeez. കണ്ണൂർ ഒരു ആൻഡ്രോയിഡ് സുന്ദരി പാത്തു വന്നിട്ടുണ്ടെന്ന് കുറേ ചാനലുകളിലെല്ലാം ഞാൻ കണ്ടപ്പോൾ എനിക്കൊരാശ ഒന്ന് പോയി കാണാൻ. അങ്ങനെ ഞാൻ പോയതാണ്. കാണാൻ നമുക്ക് പാത്തുവിൻ്റെ വിശേഷങ്ങൾ അല്ലേ. സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് സുന്ദരിയാക്കാണ് പാത്തു. പാത്തുവിൻ്റെ മുടിയൊക്കെ തട്ടൊക്കെ ശരിയാക്കി കൊടുക്കണം. സുന്ദരി പാത്തുണ്ട്. നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ പേര് സിയാദ് എന്നാണ്. നല്ല സുന്ദരിയാണത്. എവിടുന്നാ വാങ്ങിയത്? ഇത് ഞാൻ എങ്ങനെയാണ് സിയാദിനെന്തോ ഇത് ഇങ്ങനെ തോന്നാൻ കാര്യം എന്താ? ഇങ്ങനെ ഒരു ഐഡിയ വരാൻ? ഇത് ഞാൻ ഈ കോവിഡ് ടൈം പ്ലാൻ ചെയ്യുന്നത്. കോവിഡ് ടൈം ഉമ്മ ഫുഡ് ഇങ്ങനെ സർവ് ചെയ്യുന്നേരം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന കണ്ടിട്ട് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ ഞാനൊന്നും ഉണ്ടാക്കട്ടെ ഉമ്മ ചോദിച്ചു. അന്നേരം നിന്നെ കൊണ്ട് അതൊക്കെ പറ്റുമോ? പിന്നെ ഞാൻ ഇത് റിസർച്ച് ചെയ്ത് പിന്നെ അടുത്ത ഏതൊക്കെ റെസ്റ്റോറന്റിലൊക്കെ കണ്ടു. പിന്നെ എനിക്കൊന്നുകൂടി കോൺഫിഡൻസ് ആയി ഇത് ചെയ്യാൻ പറ്റും. എന്നിട്ട് എനിക്കറിയുന്ന സംഭവങ്ങളൊക്കെ വെച്ച് ഞാനത് ചെയ്തു. സിയാദ് +2 പഠിക്കുകയാണ്. ഇവിടെ ഞാനിപ്പോൾ കണ്ണൂരല്ല, കണ്ണൂര് മോൻ്റെ സ്കൂളിലെ ഇവിടെ വേങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. +2 പഠിക്കുന്ന ആളാണ് ഇത്ര വലിയ കണ്ടുപിടുത്തൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിന്റെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സോഫിയന്റെ പോലെയുള്ള കുറച്ചും കൂടെ ഇന്റലിജന്റ് ആയിട്ടുള്ള പാത്തുവിനെയാണ് ഇനി നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അടുത്തൊക്കെ ഇതിന്റെ കൂടെ പോണില്ലേ. പാത്തു നമുക്ക് ചോക്ലേറ്റും കൊണ്ട് വരുന്നുണ്ട്. പാത്തു ഇങ്ങനെ വരുന്നതാണ് നല്ല രസമുണ്ട്. പക്ഷേ അതിനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് ഫോണിൽ എവിടുന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ ക്യാമറ വെച്ചിട്ട് ഇപ്പൊ മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രൊസസർ യൂസ് ചെയ്ത് കുറച്ചും കൂടി കമ്പ്യൂട്ടർ പോലെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ക്യാമറ വെച്ച് പ്രോസസ് ചെയ്തിട്ട് പാത്തു നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ പണ്ട് ഇഷ്ടമാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ ചെയ്യാനൊക്കെ. എങ്ങനെയൊക്കെ ചെറുപ്പം മുതലേ എനിക്ക് ഇങ്ങനെയൊക്കെ. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. പാത്തു പേരട്ടെ പാത്തു ഇത് പാത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ട് പോകുന്നോണ്ട് പാത്തു ആ പേര് സജസ്റ്റ് ചെയ്ത് ഉപ്പയാണ്. പിന്നെ ഞാൻ ടൊവിനോയുടെ ഒരു ആരാധകനും കൂടിയാണ്. തല്ലുമാല എന്ന് പറഞ്ഞ സിനിമയില് വിവാദ നല്ല റോള് കിട്ടാൻ കുറേ പേര് വന്നു വീഡിയോ എടുത്തു. ഒരുപാട് പേര് വന്നു. ന്യൂസുകാരൊന്നും പിന്നെ കുടുംബക്കാരൊന്നും അടുത്തുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലെല്ലാം ഞാൻ കണ്ടു. ഇതിപ്പോ എത്ര വെയിറ്റ്? ഇതിപ്പോ 5 kg താങ്ങും. ഇനിയിപ്പോ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. മോട്ടറിന്റെ കപ്പാസിറ്റി ബിസിനസ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു നിങ്ങളിപ്പോ എയിം ചെയ്യുന്നത്? എന്ത് തരം ബിസിനസ്, ഏതിലേക്ക് അങ്ങനെയൊക്കെയാണ്? ഇപ്പൊ ബിസിനസ് ആയിട്ട് പറയുമ്പോൾ ഇതിന് എനിക്ക് സാധാരണ ഇതുപോലെ സെയിം പർപ്പസ് ഉള്ള റോബോട്ടിന് ലക്ഷങ്ങൾ വില വരും. എന്നാല് നമുക്കിത് വളരെ ചെലവ് പറഞ്ഞ രീതിയിൽ ഇതിപ്പോ ഞാൻ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്തിട്ട് പോലും എനിക്ക് 10,000 താഴെ വന്നിട്ടുണ്ടോ കേട്ടോ. ഇത് സാധാരണക്കാരായ വീട്ടമ്മമാരുടെ വീടുകളിലേക്ക് പോലും ഇതുപോലുള്ള റോബോട്ടിനെ എത്തിക്കാൻ പറ്റും. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടാണ് ഇപ്പൊ പരീക്ഷണത്തിൽ അങ്ങനെ ചെയ്തത്. ഇതെല്ലാം ഷിയാദിനെ പല സംഘടനകളിൽ കൊടുത്തിട്ടുള്ള റെക്കഗ്നൈസേഷൻസ് ആണ്. ഷിയാദിൻ്റെ ഫാദറാണ്. പുള്ളി ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് മോൻ പറഞ്ഞത്. നമുക്ക് ചോദിക്കാം. പിന്നെ അവൻ്റെ ഉമ്മാക്കുള്ള ഉപകാരം അവൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഉമ്മാക്ക് ഇത് ഒരു ഉപകാരം ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ഗുളിക 3 നേരം കഴിക്കേണ്ട ഗുളികയാണ്. അപ്പം രാവിലെ ഉച്ചയ്ക്ക് രാത്രി അത് ഇതിൽ പിന്നെ ഈ ആൻഡ്രോയിഡ് ആപ്പിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈമിൽ ഇതിലൊരു ഫ്ലാസ്ക്, ചൂടുവെള്ളം ഫ്ലാസ്കും വെക്കും, ഗുളികയും വെക്കും. കറക്റ്റ് ടൈമിന് പാത്തു ഓണായി ഉമ്മയുടെ റൂമിൽ പോയി ഉമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് ടേക്കിറ്റ് പറയും. എൻ്റെ ഫ്രണ്ട് ഹിന്ദുവാണ്. ഹിന്ദുവിൻ്റെ വീടിൻ്റെ അടുത്താണ് പാത്തുള്ളത്. ഞാൻ ഹിന്ദുവിനെ കൂട്ടിയിട്ട് വന്നതാണ്. ഹിന്ദുവിന് ഇഷ്ടമായ വളരെ ഇഷ്ടമായി. ഹിന്ദു നമ്മുടെ വീട്ടിലെല്ലാം ഓരോ പാത്തു കാണാല്ലേ. സിയാദിൻ്റെ ലാബാണ് അല്ലേ സിയാദ്? ഇവിടെ വെച്ചിട്ടാണ് അതൊക്കെ ചെയ്യണേ. ഇവിടേക്കാണ് ഇവിടേക്ക് ഇരുന്നിട്ടാണ് നിന്റെ പരിപാടികൾ അല്ലേ. ഞങ്ങൾക്കെല്ലാം ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ചാനലുകാരും എല്ലാം വന്നിട്ട് ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് ഒരുപാട്. ഞാൻ ഇനിയും വരും കേട്ടോ. നിങ്ങളൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള ഊർജ്ജം.
ഷിയാദിൻ്റെ ഫ്രണ്ട് അർജുൻ കൂടിയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വിപണിയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു ഉദ്ദേശം. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ സ്റ്റൂളിൽ വെച്ചിരിക്കുന്നത്, ഇതിന് വലിയൊരു ഗൗണെങ്ങാനും ഇട്ടാൽ സ്റ്റൂൾ കാണില്ലല്ലോ. അപ്പോൾ അവൻ പറയണത് ഇത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും ഓൾറെഡി ഉള്ള ഏതെങ്കിലും റോബോട്ടിൻ്റെ എന്തെങ്കിലും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കണതെന്ന് പറഞ്ഞു. കുറച്ചും കൂടെ ഫീച്ചേഴ്സ്, കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പാത്തുവിനെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതും ഇപ്പോൾ ഉള്ള റോബോട്ടിനെക്കാട്ടിലൊക്കെ വില കുറച്ച് വിപണിയിൽ ഇറക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കുട്ടികളുള്ളത്. ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് എപ്പോഴും അഭിമാനം തന്നെയാണ്. ചോക്ലേറ്റ് കൊണ്ട് വന്നതാണ് അല്ലേ? ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.